ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 184/2023 LGSന് വേണ്ടിയിട്ടുള്ള ചോദ്യപേപ്പറാണ്. 100 ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യ ചോദ്യം, ഇത് LGSന്റെ 2023 നടത്തിയ ചോദ്യപേപ്പറാണ്. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേരെന്ത്? വാഴക്കുല എഴുതിയത് ചങ്ങമ്പുഴയാണ്. രമണൻ എന്ന കഥാപാത്രം എല്ലാവർക്കും അറിയാം. എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 കേരളത്തിന്റെ ദേശീയ പക്ഷി ഏതാണ്? ഇന്ത്യക്ക് ദേശീയ പക്ഷി മയിലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. അടുത്തിടെ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഒളിമ്പിക്സ് നടന്നത് പാരീസിൽ വെച്ചാണ്. ബാണാസുര സാഗർ അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. എർത്ത് ഡാമാണ്. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം എവിടെയാണ്? APJ അബ്ദുൽ കലാം ജന്മസ്ഥലം രാമേശ്വരമാണ്, തമിഴ്നാട്. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ്. ചാൾസ് ബാബേജ്. ശ്രീലങ്കയുടെ തലസ്ഥാനം എവിടെയാണ്? ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോ. ആൻസർ കൊളംബോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഥാർ മരുഭൂമി കാണപ്പെടുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യയുടെ ഏക മരുഭൂമിയാണ് ഥാർ മരുഭൂമി. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇവിടെ വെള്ളം കുറവായത് കൊണ്ട് തന്നെ ബജ്ര, ജോവർ തുടങ്ങിയ തിന വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലിന്റെ പേര് രാജസ്ഥാൻ കനാൽ എന്നാണ്. മറ്റൊരു പേര് ഇന്ദിരാഗാന്ധി കനാൽ. ഇപ്പോഴത്തെ പേര് ഇന്ദിരാഗാന്ധി കനാൽ. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? വീണ ജോർജ് ആണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഉന്നത വിദ്യാഭ്യാസം ആർ ബിന്ദു. ചില വ്യവസായങ്ങളുടെ യൂണിറ്റുകളുടെ പേരുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. സഹകരണ വ്യവസായത്തിന് ഉദാഹരണം ഏതാണ്? അമൂൽ. പാലുൽപാദനം. അമൂൽ ആണ് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം. റിലയൻസ് ഇൻഡസ്ട്രീസ് പൂർണ്ണമായും പ്രൈവറ്റ് ആണ്. മാരുതി, ഓയിൽ ഇന്ത്യ മറ്റ് എക്സാമ്പിൾസ്. ഇന്ത്യൻ ഓയിൽ പൊതുമേഖലയാണ്. സൂചനകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഇവിടെ ഇന്ത്യയിലെ വലിയ സ്വകാര്യമാണോ? സ്വകാര്യം ടാറ്റ സ്റ്റീൽ ഉരുക്കല്ലേ ജംഷഡ്പൂരിലുള്ളത്. ഗവൺമെന്റിന്റെ അണ്ടറിലല്ലേ വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്? തെറ്റാണ്. റൂർക്കേല ജർമ്മനിയാണ് സഹായിച്ചത്. റഷ്യ സഹായിച്ചിട്ടുള്ളത് ഭിലായിക്കും അതുപോലെ തന്നെ 2B ആണ് ബൊക്കാറോയ്ക്കുമാണ് റഷ്യ സഹായിച്ചത്. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റ്. നമുക്ക് സൂചനകൾ നോക്കുമ്പോൾ രണ്ടും തെറ്റാണ് എന്നാണ് പിടികിട്ടിയത്. ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശിക വാദത്തിന്റെ പേര് തിരിച്ചറിയുക. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. അന്നേരം ലോ ആണെന്ന് മനസ്സിലായോ? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലോ. രാജസ്ഥാൻ മരുഭൂമിയിലാണ് ലോ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്നതും ലോ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതാണ് എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, ആർട്ടിക് വൃത്തം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് അക്ഷാംശ രേഖകൾ ഇതാണ്. ഇതിൽ ഉത്തരാർത്ഥത്തിൽ ഈ ഒരു ഉത്തരഗോളത്തിൽ 23.5 ഡിഗ്രി ആണ് നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. ഇതിനെ ഉത്തരായന രേഖ എന്ന് വിളിക്കുന്നു. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഗുജറാത്ത്, ഗുജരാമച്ച പമിത്ര, ജാർഖണ്ഡ്
രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ത്രിപുര. ഇങ്ങനെ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. ഓപ്ഷൻ നോക്കുമ്പോൾ മഹാനദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. താപ്തി എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ്. ലൂണി എന്ന് പറയുന്നത് ഒരു ഫുള്ള് കരകളാൽ ബന്ധിതമായ നദിയാണ് ലൂണി. അപ്പൊ ഇവിടെ എനിക്ക് 3 അറബിക്കടലിൽ പതിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ 3 ഉള്ളത് ടിക്കിട്ടു. ഓക്കെ, ഇതെന്തായാലും അല്ലല്ലോ, അല്ല. മഹാനദി ഇല്ല എന്ന് പിടികിട്ടി. അപ്പൊ എനിക്ക് ബി വെട്ടാം. ഇനി എന്റെ കൺഫ്യൂഷൻ ഡി സി വെച്ചിട്ടാണ്. പെരിയാറ് അറബിക്കടലിലാണ്, അതായത് വേമ്പനാട്ട് കായലിലോട്ട് പോയി പതിക്കും. വേമ്പനാട്ട് കായൽ പിന്നെ അറബിക്കടലിൽ പോയി പതിക്കും. അപ്പൊ പെരിയാറും ശരിയാണ്, താപ്തിയും ശരിയാണ്. ലൂണി എന്ന് പറയുന്നത് രാജസ്ഥാനിലുള്ളതാണ്, ഫുൾ കരബന്ധിതമാണ്, കടലിൽ പോയി പതിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഉത്തരം 2 and 3 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? മെട്രോ, ആദ്യ മെട്രോ കൊൽക്കത്തയാണ്. രണ്ടാമത്തെ മെട്രോ ഡൽഹി മെട്രോ ആണ്. ഇതാണ് ഏറ്റവും വലിയ മെട്രോ. ഇതിനെ ഹരിത മെട്രോ എന്ന് വിളിക്കുന്നു. ഈ മെട്രോയുടെ ഡയറക്ടർ മലയാളിയായ ഈ ശ്രീധര മേനോനായിരുന്നു. ഇദ്ദേഹമാണ് കൊച്ചി മെട്രോയ്ക്കും സഹായിച്ചത്. ശ്രീധര മേനോനെ മെട്രോ മാൻ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്നവയിൽ ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിച്ച് ഓടുന്നു? ന്യൂഡൽഹി, വാരണാസി. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ബംഗ്ലാദേശ്. ആൻസർ ബംഗ്ലാദേശ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നു. നാഷണൽ വാട്ടർവേ 1 ഗംഗാ നദിയിലൂടെയും 2 ബ്രഹ്മപുത്ര നദിയിലൂടെയുമാണ്. ഇതാണ് സാദിയ ടു ധുബ്രി കണക്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങൾ നവശേവ, പാരാദീപ്, ഹാൽദിയ, കാണ്ടില. നവശേവയും കാണ്ടിലയും മുംബൈയുടെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ്. അപ്പോ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്. പശ്ചിമതീര തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമതീര ഇത് രണ്ടുമാണ്, 1 ഉം 4 ഉം. പാരാദീപ് എന്ന് പറയുന്നത് എവിടെയാണ്? ഒഡീഷയാണ്. ഹൽദിയ കൊൽക്കത്ത. അപ്പൊ ഇതൊക്കെ എന്താണ്? ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് വരുന്നതാണ്. ഇത് പൂർവ്വതീര തുറമുഖങ്ങളാണ്. ഓക്കെ ആണ്. ഇനി അടുത്തതിലേക്ക് പോകുന്നു. ഇന്ത്യൻ ഭരണഘടന ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? BR അംബേദ്കർ. ആധുനിക ഇന്ത്യയുടെ മനു എന്ന് വിശേഷിപ്പിക്കുന്നു. ഭരണഘടനയുടെ ശില്പിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്ന് നവംബർ 26. ഇന്ത്യൻ ഭരണഘടന ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 21A. ഇപ്പൊ മൗലിക അവകാശമാണ് 21A. 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ 6 എണ്ണം, പിന്നെ 20, 21, 22 ഇത് ഇത്രയും സ്വാതന്ത്ര്യങ്ങളുടെ ഭാഗമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത്? 2013. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ആദ്യം എഴുതിയത് അമേരിക്കയാണ്. വലിയ ഭരണഘടന എഴുതപ്പെട്ടത് ഇന്ത്യയിലാണ്. എഴുതപ്പെടാത്തത് UK-യിലുണ്ട്. ഇന്ത്യൻ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗം അല്ലാതായി തീർന്നു. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ? 44-ാം ഭരണഘടനാ ഭേദഗതി 1978. ഇപ്പോൾ നിയമ അവകാശമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളില് ഏറ്റവും ഉയർന്ന കോടതി ഏതാ? സംസ്ഥാനങ്ങളിലെയാണ്. ഇന്ത്യ എന്ന രാജ്യത്തെ ഉയർന്ന കോടതി, പരമോന്നത കോടതി, കോടതികളുടെ ഏറ്റവും വലിയ സ്ഥാപനം നമ്മുടെ സുപ്രീം കോടതിയാണ്. എന്നാൽ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പം ഹൈക്കോടതിയാണ് ഉന്നത പദവി. ഇന്ത്യയില് ഭരണഘടന മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? റഷ്യയിൽ നിന്ന് കടമെടുത്തു. ഭാഗം 4A ആണ് കടമകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.
11 മൗലിക കടമകളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 മാർച്ച് 12 ഗാന്ധിജിയും 78 അനുയായികളും ഉപ്പ് കുറുക്കുന്നതിന് വേണ്ടി ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്. ഏപ്രിൽ 5 അവരവിടെ എത്തി. ഏപ്രിൽ 6 ഉപ്പ് കുറുക്കി. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പ്. ആൻസർ ചെമ്പ്. ഭൂമിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ്. ഒരു ഉപഗ്രഹമുണ്ട്, അതിന്റെ പേര് ചന്ദ്രൻ എന്നാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ചൂട് കൂടിയത് സൂര്യന്റെ നമ്മുടെ ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്. ഭൂമിയോട് നമ്മുടെ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണ്. ഇനി ശുക്രനാണ് തിളക്കമുള്ള ഗ്രഹം, ഭൂമിയുടെ ഇരട്ട എന്ന് അറിയപ്പെടുന്നത്. വലയങ്ങൾ കൂടുതലുള്ളത് ശനിക്കാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ്. ഭൂമിക്ക് നീല നിറമാണ്. അതും ശരിയാണ്. എ, ബി, സി 3 സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്. ക്ലിയർ ആണ്? ഇതിനകത്ത് വലിയ ഗ്രഹം വ്യാഴമാണെന്ന് അറിയാം, ബാക്കിയൊന്നും അറിയത്തില്ല എന്ന് വിചാരിക്കുക. വ്യാഴം വലുതാന്നറിയാമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ ഭൂമിയെ കുറിച്ചുള്ളത്? ആ ഒരു ഒറ്റ ഉത്തരം അറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ല. കേരളത്തിലെ നീളം കൂടിയ നദി 244 കിലോമീറ്റർ നീളമാണ്. ഇത് പെരിയാറ്. ഇതാണ് കേരളത്തിന്റെ ജീവനാഡി എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഈ നദിയിലാണ്. ഏറ്റവും കൂടുതൽ ജലമുള്ള കേരളത്തിലെ നദിയാണ്. ഏറ്റവും കൂടുതൽ ഡാമുകളുണ്ട്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുണ്ട്. ഈ നദിയെ ചൂർണി എന്ന് വിശേഷിപ്പിക്കുന്നു. പഴയകാലത്ത് ഈ നദിയെ പൂർണ എന്ന് അറിയപ്പെടുന്നു. ആലുവ പുഴ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷി ആരാ? സ്വാതന്ത്ര്യ സമരമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. വി.ഡി. സവർക്കർ ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഉത്തരം മംഗൾ പാണ്ഡെ. ആൻസർ എന്താണ്? മംഗൾ പാണ്ഡെ. ഇനി അടുത്ത ചോദ്യം, അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപകൻ ആര്? സയ്യിദ് അഹമ്മദ് ഖാനാണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. സ്കൂൾ ബുക്കിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോറാണ് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം അമർ സോന ബംഗ്ലായും എഴുതിയത് ടാഗോറാണ്. സർ പദവി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്ത് ലഭിച്ചു ഇദ്ദേഹത്തിന്? നൊബേൽ സമ്മാനം. അതുകൂടി ഓർക്കുക. ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പഴയ ഒരു ബുദ്ധമത കേന്ദ്രമായിരുന്നു ആലപ്പുഴ ജില്ല. കരുമാടി പ്രതിമയൊക്കെ കിട്ടിയിട്ടുണ്ട്. പള്ളികൾ എന്നാണ് ബുദ്ധമതത്തോട് ചേർന്ന വിദ്യാലയങ്ങളുടെ പേര്. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം മറാത്തയും കേസരിയും ബാലഗംഗാധര തിലകിന്റെ പത്രമാണ്. ഹെർമൻ ഗുണ്ടർട്ടാണ് രാജസമാചാരം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അന്നപൂർണ. ശരിയായ പ്രസ്താവനകൾ ഏത്? സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 100 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. നഗരങ്ങളില് തൊഴിൽ രഹിതർക്ക് പ്രയോജനം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അന്നപൂർണ. അന്നം കൊടുക്കുന്നതല്ലേ. അയ്യങ്കാളി പദ്ധതി അല്ലേ. 3 തെറ്റല്ലേ. 3 ശരിയല്ല എന്നറിയാമെങ്കിൽ 2 ഓപ്ഷൻസ് ആയി മാറി. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. അപ്പൊ അതാണോ? ഈ 3 എണ്ണത്തിൽ ഏതാണ് എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇതിനകത്ത് ഇനി ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? 2 ഓപ്ഷനിൽ ഒന്നുണ്ട്.
അപ്പൊ 65 കഴിഞ്ഞവർക്ക് പ്രയോജനം ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ഇത് രണ്ടിൽ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെയാണ്. നിശ്ചിത അളവിൽ പോഷകാഹാരമാണോ, മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി കൊടുക്കുന്നതാണോ, അന്നപൂർണ അന്നം നൽകുകയാണ് അല്ലെ, ഏതെങ്കിലും ഒരു അന്നം നൽകുക, ഒരാൾ ദാനം തരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇനി പോഷകാഹാരം ഉള്ളതാണോ, എനിക്ക് ഇഷ്ടപ്പെട്ടതാണോ, നമ്മൾ പോയി തപ്പുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ആലോചിക്കുന്നു 10 കിലോഗ്രാം അരി, നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് അരി വേണം. അപ്പൊ മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ നമ്മുടെ അവകാശമാണ്, ആരും ദാനം തരുന്നതല്ല. അത് നമ്മുടെ നികുതിയിൽ നിന്ന് പിടിച്ചു വെച്ച് നമുക്ക് തിരിച്ചു തരുന്ന നമ്മളുടെ അവകാശമാണ്, അല്ലാതെ ആരും തരുന്നതല്ല. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊക്കെ പഠിക്കുന്നത്. 1ഉം 2ഉം സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പിന്നെ 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. അടുത്തത്, ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആനി ബസന്റ് ആണ്. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആരാണ്? ഇദ്ദേഹം എന്നാണ് തിരിച്ചു മുംബൈയിൽ എത്തിയത് എന്ന് PSC ചോദിച്ചു. 2023 മാർച്ച് 31 എത്തിയത്. ഇദ്ദേഹം മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ച് മുംബൈയിൽ തന്നെ തിരിച്ചെത്തി. 2012 നവംബറിൽ യാത്ര തിരിച്ചു. 2023 മാർച്ച് 31 തിരിച്ചെത്തി. 150 ദിവസമാണ് ഇദ്ദേഹം യാത്രയ്ക്ക് വേണ്ടി എടുത്തത്. നമ്മുടെ എറണാകുളം ജില്ലയിലെ തൃപ്പുണിത്തറക്കാരനാണ്, മലയാളിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 2013 എന്നുള്ളതാണ് ചോദ്യം വന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? അഭിലാഷ് ടോമിയാണ്. 23 ഓക്കെ, 13. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. സമപന്തി ഭോജനം. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? നമ്മുടെ ഉത്തരം സമപന്തി വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ഇനി ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഇപ്പോ 2023 എന്നുള്ളതല്ല, 2013 മാർച്ച് 31 തിരിച്ചെത്തി. 2012 നവംബറിലാണ് ഇദ്ദേഹം യാത്ര ചെയ്തത്. ആ ഡേറ്റിൽ വ്യത്യാസമുണ്ട്, ഓപ്ഷനിൽ തന്നെ കിടപ്പുണ്ട് 13. 2012 നവംബറും 2013 മാർച്ച് 31 തിരിച്ചെത്തി. 150 ദിവസമാണ് ഇദ്ദേഹം എടുത്തത്. ഇനി ഇദ്ദേഹം സെപ്റ്റംബർ 2022 സെപ്റ്റംബർ 4 മറ്റൊരു യാത്ര പോയായിരുന്നു. 236 ദിവസം 14 മണിക്കൂർ 46 മിനിറ്റ്. അത് വേറൊരു യാത്രയും ഇദ്ദേഹം റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന അടുത്ത ചോദ്യം, നോൺ സ്റ്റോപ്പ് യാത്ര, മറ്റൊരു റെക്കോർഡാണ് അദ്ദേഹം നേടിയത്. ഇത് ലോകം ചുറ്റി സഞ്ചരിച്ച കാര്യമാണ്, കപ്പലിലാണ് പോയത്. ഇനി ജീൻ ബലിവോ എന്ന കാനഡക്കാരൻ യാത്ര പോയി, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. 11 വർഷമാണ് അദ്ദേഹം എടുത്തത്, കാനഡക്കാരൻ ജീൻ ബലിവോ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമി. ഉപദ്വീപീയ പീഠഭൂമി ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? 2695 മീറ്ററുള്ള ആനമുടിയോ. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോൾ 150 മീറ്റർ മുതൽ 900 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ്. ധാതു കലവറ എന്ന് അറിയപ്പെടുന്ന ഭൂവിഭാഗമാണ്. ഇന്ത്യൻ ഭൂപ്രകൃതിയിലെ ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇത് പൂർണ്ണമായും മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഒക്കെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. കർണാടക, തെലങ്കാനയൊക്കെ ഭാഗികമായിട്ട് ഉപദ്വീപീയ പീഠഭൂമി. ഛോട്ടാനാഗ്പൂർ പീഠഭൂമി, മധ്യമേടുകള്, മാൾവ പീഠഭൂമി, വിന്ധ്യ സത്പുര റീജിയൻസ്, ആരവല്ലി പർവ്വതനിര, ഡെക്കാൻ പീഠഭൂമി, ഇതൊക്കെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്. അപ്പൊ ഈ ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്ക് ഭാഗം എന്താണ്? ഡൽഹി താഴ്വരയാണ്. തെക്ക് ഭാഗം എന്താണ്? ഏലം കുന്നുകളാണ്. കിഴക്ക് എന്താണ്? രാജ്മഹൽ കുന്നുകളാണ്. പടിഞ്ഞാറ് എന്താണ്? ഗിർ മലനിരകളാണ്. ഇത് എക്സാമിന്റെ ചോദ്യമാണ്. തെക്കെന്ത്, വടക്കെന്ത്, പടിഞ്ഞാറെന്ത്, കിഴക്കെന്ത്? അപ്പോ പടിഞ്ഞാറ് എന്തെന്നാ പറഞ്ഞേ? പടിഞ്ഞാറ് ഗിർ. വടക്കെന്തെന്നാ പറഞ്ഞത്? ഡൽഹി. തെക്കോ ഏലം കുന്നുകള്. ഇനി കിഴക്ക് എന്താണ്? രാജ്മഹൽ കുന്നുകള്. ക്ലിയർ ആണ്?
ഇനി നമ്മൾ ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആര് എന്ന് നോക്കുകയാണ്. ബി.ആർ. അംബേദ്കർ 3ലും പങ്കെടുത്തു. തേജ് ബഹദൂർ സാപ്രു പങ്കെടുത്തു. പ്രത്യക്ഷ രക്ഷാ ദേവസഭ രൂപീകരിച്ചത് ആര്? ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്, പത്തനംതിട്ട ജില്ലയിലാണ്. 1909 ഇദ്ദേഹം അടിലഹള നടത്തി വാകത്താനത്ത് ബൈബിള് കത്തിച്ചു. ഇദ്ദേഹത്തിന്റെ പേരാണ് പൊയ്കേൽ കുമാര ഗുരുദേവൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര്? നമ്മുടെ ആൻസർ മിന്നുമണിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷവുമായി ബന്ധപ്പെട്ട് ശരി ഏത്? മുമ്പേ നമ്മൾ 2013 ഭക്ഷ്യസുരക്ഷാ വർഷം അത് കണ്ടു. ഇപ്പൊ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത്. ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ഒരു കടമയല്ലേ, നമുക്ക് സുരക്ഷിതമായ ഫുഡ് തരണം എന്നുള്ളത് സർക്കാരിന്റെ കടമയല്ലേ? അതൊരു കടമ തന്നെയാണ്. അപ്പൊ 1 എന്ന് പറയുന്നത് ശരിയാണ്. അതിൽ നിന്ന് നമുക്ക് ഈ ബി ഓപ്ഷൻ തെറ്റാന്ന് മനസ്സിലാക്കാം. ആവശ്യമുള്ളത്രയും 1 ശരിയാണ് അല്ലെ? ആവശ്യമുള്ളത്രയും പോഷകപ്രദം ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കണം. അത് ഭക്ഷ്യസുരക്ഷയാണ്. അതായത് നമുക്ക് എന്താണോ വേണ്ട ഭക്ഷണം, നമുക്ക് എന്തുമാത്രം ഭക്ഷണം ആവശ്യമാണ്, നമുക്ക് ഇത്ര പോഷകാംശം ഉണ്ടെങ്കിൽ നമുക്ക് ജീവൻ നിലനിൽക്കൂ രോഗമില്ലാതെ. അപ്പൊ പോഷകപ്രദമായിരിക്കണം, ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്കായിരിക്കണം. അല്ലാതെ 1 കിലോ അരിക്ക് 500 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മിതമായ വിലയ്ക്കായിരിക്കണം കിട്ടേണ്ടത്. അപ്പോ അങ്ങനത്തെ ഭക്ഷണം കിട്ടണം, അത് ശരിയാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഇനി നമുക്ക് 2 ഓപ്ഷൻസ്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ് അല്ലെ? ഇവിടെ ഭക്ഷണം വേണം, അല്ലെങ്കിൽ കരിഞ്ചന്ത ഒഴിവാക്കണം, പൂഴ്ത്തിവെപ്പുകൾ ചിലരൊക്കെ പൂഴ്ത്തിവെക്കും, അതൊക്കെ ഇവിടെ പാടില്ല. നമുക്ക് കൃത്യമായ ഭക്ഷണം കിട്ടണം. ഭക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ച് നിലനിൽക്കാൻ പറ്റും. അപ്പൊ നമ്മളുടെ ഒരു അവകാശമാണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഭക്ഷണം ഇവിടെ സപ്ലൈ ചെയ്യിക്കണം ഗവൺമെന്റ് എന്നുള്ളത് ഇവിടുത്തെ നമ്മുടെ അവകാശമാണ്. അത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 ശരിയാണ്. സബ്സിഡി കുറയ്ക്കുക. അപ്പോ ഭക്ഷ്യസുരക്ഷ എന്ന് വെച്ചാൽ ഭക്ഷണം ലഭ്യത വരുത്തുക, നല്ല ഭക്ഷണം, അതായത് ഗുണമേന്മയുള്ള മായം കലരാത്ത ഭക്ഷണം നമ്മളിലേക്ക് എത്തിക്കുക എന്നൊക്കെയുള്ളതാണ്. അല്ലെ, നമുക്ക് സബ്സിഡി തരാനും സബ്സിഡി കുറയ്ക്കാനും അതിനകത്തില്ല. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വെങ്ങാനൂർ അല്ലെ, അയ്യങ്കാളി. ഇന്ത്യൻ ഭരണഘടന ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകത്തിന്റെ രചയിതാവ് VT ഭട്ടതിരിപ്പാട്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ കണ്ണീരും കിനാവുമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എവിടെയാണ് അവതരിപ്പിച്ചത്? തൃശൂർ ജില്ലയിലെ എടക്കുനിയിലാണ്. 1929 ഈ നാടകം അരങ്ങേറുന്നത്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് പറഞ്ഞത് കോപ്പർ നിക്കസ് ആണ്. സൗരയൂഥത്തിന് കേന്ദ്രമുണ്ട്, അതിന്റെ പേര് സൂര്യൻ എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഐസക് ന്യൂട്ടൺ പറഞ്ഞത് ജിയോയിഡ് ഷേപ്പാണ് ഭൂമിക്ക് എന്നുള്ളതാണ്. ഗലീലിയോ ടെലിസ്കോപ്പുകളൊക്കെ കണ്ടെത്തി. ഗാനിമീഡും വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളും കണ്ടെത്തി. അതിർത്തി ഗാന്ധി ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ആദിച്ചനെല്ലൂരാണ് ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. ഇനി 100% വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്ത ആദ്യ കേരള ഗോത്ര പഞ്ചായത്ത് ഏതാ? നൂൽപ്പുഴയാണ്. ലോക പരിസ്ഥിതി ദിനം ഇത് ഇത്തിരി മുമ്പും ചോദിച്ചില്ലേ ഇതേ ചോദ്യപേപ്പറില്? സെയിം ചോദ്യപേപ്പർ ഇത്തിരി മുമ്പ് നമ്മൾ കണ്ടില്ലേ? എവിടെയോ ഞാൻ കണ്ടതുപോലെ. കണ്ടില്ലേ? കണ്ടായിരുന്നു. അപ്പൊ സെയിം ചോദ്യപേപ്പറിൽ 2 മാർക്കുകൾ നമുക്ക് കിട്ടി. ജൂൺ 5. ഓക്കെ ആണ്? കണ്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എവിടെയാണ് എനിക്ക് തപ്പിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഇനി തപ്പാൻ പറ്റിയില്ല, കണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? നമ്മുടെ ഉത്തരം AM ഷംസീറാണ്. AM ഷംസീറാണ്. എം എന്ന നാട്ടിലേക്ക് AM ഷംസീറാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക അരുണ ആസഫലി സമര നായികയും ജയപ്രകാശ് നാരായൺ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായകനുമാണ്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ ദിനം എന്നായിരുന്നു?
ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. എന്നാൽ 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ എന്ന് ആരംഭിക്കാമെന്ന് തീരുമാനിച്ചത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രഖ്യാപനം ആരുടേതായിരുന്നു? ആൻസർ ആരുടേതായിരുന്നു? ഗാന്ധിജിയുടേതാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പുറത്തിറക്കിയതാണ്. ഓക്കെ ആണ്. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്നത് കുട്ടനാട്. കേരളത്തിന്റെ ഹോളണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നു, കേരളത്തിന്റെ ഡച്ച് എന്ന് വിശേഷിപ്പിക്കുന്നു, കേരളത്തിന്റെ നെതർലൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നു, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നു, ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. ഇതെല്ലാം കുട്ടനാട്. ആലപ്പുഴ ജില്ലയിലാണ് കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആലപ്പുഴയാണ്. രാജ കേശവദാസിന്റെ നാടെന്നാണ് ആലപ്പുഴ ജില്ലയെ അറിയപ്പെടുന്നത്. കടല് കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയാണ്. ജനസാന്ദ്രത കൂടിയ രണ്ടാമത്തെ ജില്ലയാണ്. ഇനി പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല കൂടിയാണ് ആലപ്പുഴ. വനപ്രദേശം കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ഷാജഹാൻ. ആൻസർ ഷാജഹാൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഉത്തരം സ്റ്റേപ്പിസ്. ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? വൈറ്റമിൻ സി. സ്കർവി വൈറ്റമിൻ സി. വൈറ്റമിൻ എ നിശാന്തതയാണ്, ബി ബെർബറിയാണ്, വൈറ്റമിൻ ഡി കണയാണ് രോഗം അഭാവം മൂലം. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ആരാണ്? ബാക്ടീരിയ. ഡിഫ്തീരിയയും ബാക്ടീരിയയാണ്. ക്ഷയരോഗവും ബാക്ടീരിയ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിലെ പദ്ധതി ഏത്? മൃതസഞ്ജീവനി. ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ജലദോഷം. വൈറസ് രോഗമാണ്. 1972 അമേരിക്ക DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം നിശബ്ദ വസന്തം എന്നാണ് ഇതിന്റെ മലയാളം. റേച്ചൽ കഴ്സൺ ആണ് ഇത് രചിച്ചത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സൈലന്റ് സ്പ്രിങ്. സങ്കര ഇനം പാവൽ ഏതാണ്? പ്രീതി, പ്രിയ, പ്രിയങ്ക. സങ്കര ഇനം പാവൽ. തേനീച്ച വളർത്തുന്ന ശാസ്ത്രീയ രീതിയുടെ പേരെന്ത്? എപ്പി കൾച്ചർ. മുയൽ കൃഷി ക്യൂണി കൾച്ചർ. പട്ടുനൂൽ പുഴു സെറി കൾച്ചർ. മത്സ്യം പിസി കൾച്ചർ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത്? മക്കാക്ക സിലനസ് എന്ന് അറിയപ്പെടുന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന സിംഹവാലൻ കുരങ്ങാണ്. കേരളത്തിൽ പാലക്കാട് ജില്ല മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി കാണപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണിത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പീച്ചിയിലാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫോറസ്റ്റ് വികസന ബോർഡ് കോട്ടയം. ഇനി അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അറ്റോമിക സിദ്ധാന്തം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പ്രോട്ടോൺ ന്യൂട്രോൺ ആണ്, പുറത്ത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു അല്ലെ? രാസപ്രവർത്തന വേള ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. നമുക്ക് ശരിയാണ് വേണ്ടത്. ഉത്തരം 2ഉം 3യുമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണം വലിപ്പം മാസ് സമാനമാണ്. ക്ലിയർ ആണ്? ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ആറ്റം ഏറ്റവും ചെറിയ ഫോമാണ്. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയേത്? ഗ്രൂപ്പിൽ നിന്ന് താഴെയോട്ട് വരുമ്പം ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു.
എന്ന് പറഞ്ഞു. നമുക്ക് ശരിയാണ് വേണ്ടത്. പിരീഡിൽ നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ശരിയാണ്. അലോഹം കൂടും. പിരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് ആരത്തിന്റെ വലിപ്പം കൂടുവോ? ഇല്ല, ആരത്തിന്റെ വലിപ്പം കുറയും. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടും. അപ്പൊ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ വലിപ്പം എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയേത്? ഓക്സിജനാണ്. നിറമുണ്ടോ? ഗന്ധമുണ്ടോ? കത്തുന്നുണ്ടോ? ഇത്രയും നോക്കിയാൽ മതി. ഗന്ധം ഇല്ല. ജലത്തിൽ ലയിക്കുന്നില്ല. H2O ജലത്തിൽ ലയിച്ചിരിക്കുമല്ലയോ? ജലത്തിൽ ലയിക്കുന്നു. കത്താൻ സഹായിക്കുന്നു. നിറമില്ല. നിറമില്ല. ഇതാണ് നമ്മുടെ ഓക്സിജന്റെ പ്രത്യേകതകൾ. കത്താൻ സഹായിക്കുന്നു. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ഹേമറ്റൈറ്റോ ഇരുമ്പിൻ്റെത്. കലാമിൻ സിങ്കിൻ്റെത്. കുപ്രൈറ്റ് കോപ്പർ. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താണ്? ആൻസർ മഞ്ഞ നിറമാണ്. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. നമ്മുടെ ഉത്തരം പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ്. പിണ്ഡം. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇപ്പൊ ധ്രുവത്തിലാണെങ്കിലും ഭൂമധ്യരേഖയിലാണെങ്കിലും ധ്രുവത്തിൽ എങ്ങോട്ട് പോയാലും മാസ് സെയിം ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ന്യൂട്ടൺ ഫോഴ്സിന്റെ യൂണിറ്റ് 4 തെറ്റല്ലേ? അപ്പൊ 4 തെറ്റാണ് എന്നറിയാവുന്ന ഒരാൾക്ക് ഈ ഉത്തരം കിട്ടി. വേറൊന്നും അറിയണം എന്നില്ല. 4 തെറ്റാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. മാസ് കിലോഗ്രാം ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്നറിയാവുന്ന ഒരാൾക്ക് ഉത്തരം കിട്ടി. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. ഇനി ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരമാണ് എന്താ? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അതായത് ഒരാള് ട്രാവൽ ചെയ്യുകയാണ്. ഇതൊരു പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കാണ് എത്തേണ്ടത്. പക്ഷെ അയാൾ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇതാണ് ഇതിന്റെ ഡിസ്റ്റൻസ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ പോയ വഴി എല്ലാം കൂട്ടി എടുക്കണം ഡിസ്റ്റൻസ്, ദൂരം. എന്നാൽ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് എടുക്കുവാണെങ്കിൽ ഇയാളുടെ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരം എത്ര ഉണ്ട്? ഇതാണ് ഇദ്ദേഹത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂള്. താപത്തിന്റെ യൂണിറ്റ് ജൂള്. താപോർജം, പ്രവൃത്തി, ഇതൊക്കെ എന്താണ്? ജൂള്. താപനിലയാണെങ്കിൽ കെൽവിൻ ആണ്. താപം ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, അങ്ങനെയാണ്. താപോർജം ജൂളാണ്. ഊർജങ്ങളെല്ലാം ജൂളാണ്. വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? വികിരണം എന്ന് പറയുമ്പോൾ മനസ്സിൽ വരേണ്ടത് റേഡിയേഷൻ. നമ്മുടെ സൂര്യന്റെ ചൂട് ഭൂമിയിലെത്തുന്നു. 500 സെക്കൻഡ് ആണ് എടുക്കുന്നത്. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ഇപ്പോ സൂര്യപ്രകാശം ഭൂമിയിലെത്തണമെങ്കിൽ മാധ്യമങ്ങളുടെ സഹായം വേണോ? ഇല്ല. അപ്പൊ ഈ 3 ശരിയല്ലേ? അപ്പൊ 3 ശരിയാണ്. ഓപ്ഷനിൽ 3 മാത്രം ശരിയാണ്. അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും നമ്മൾ തപ്പണ്ട. അങ്ങനെ 80 GK ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് 20 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. പോയിന്റ് നോട്ട് 1നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പോയിന്റ് നോട്ട് 1 കിട്ടും? ഇവിടെ 2 സ്ഥാനം. നമുക്ക് ഇവിടെ ഉത്തരത്തിൽ 4. ഇനി 2 സ്ഥാനം കൂടെ കിട്ടണമെങ്കിൽ 2 പോയിന്റും കൂടെ കുറച്ച് ഗുണിക്കണം. അപ്പോ പോയിന്റ് നോട്ട് 1 അല്ലെ? 1 കൊണ്ട് ഗുണിച്ചാലല്ലേ ഇവിടെ 1 കിട്ടൂ. ക്ലിയർ ആണ്? ഇനി പോയിന്റ് നോട്ട് 1നെ 10 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ ഉത്തരം പോയിന്റ് അതായത് ഈ 0യ്ക്ക് ഇപ്പുറത്ത് പോയിന്റ് വരും. പോയിന്റ് 1 എന്നായിരിക്കും ഉത്തരം. 100 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ ഇത് 1 ആയി മാറും. 2 സ്ഥാനം മാറി ഇപ്പുറത്ത് 1 ആകും. ക്ലിയർ ആണ്? ഒരു വരിയിൽ 50 സെന്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടു. ഒന്നാമത്തെ ചെടി 11ാമത്തെ ചെടി തമ്മിലുള്ള അകലം എത്രയാണ്? നമ്മുടെ ഉത്തരം ആദ്യ പദം 1, 11ാമത്തെ പദം അല്ലെ കണ്ടുപിടിക്കണം. A+10D പൊതുവ്യത്യാസം 50. അപ്പോ 1 + 50 × 10 500. 501 ആണ് 11ാമത്തെ പദം. ആദ്യം 1, അടുത്തത് 501. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാ ചോദിച്ചത്? 500 അല്ലേ ഇവരുടെ ഡിഫറൻസ്. ഇത് തമ്മിലുള്ള അകലം 28 × 25 തുല്യം എന്താണ്?
28 ഇൻറ്റു 25, 28 ഗുണം 25, 8 40, 10, 16, 20, 4, 7. അപ്പൊ 28 ഇൻറ്റു 25 എന്ന് പറയുന്നത് 700. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? 700. അപ്പൊ 7 ഇൻറ്റു 100 അല്ലേ 700, അതിന് തുല്യം 28 ഇൻറ്റു 25 നമ്മൾ ഗുണിച്ചു, അതിന് തുല്യം എന്താണെന്ന് നോക്കി. ഇവിടെ എളുപ്പത്തിൽ കിട്ടും 700. 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി 11. ടീച്ചറുടെ വയസ്സ് എത്ര? ആദ്യ ശരാശരി പ്ലസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ആദ്യ ശരാശരി 40 കുട്ടികളുടെ ശരാശരി 10. ആദ്യ ശരാശരി 10. ടീച്ചറെയും കൂടി ചേർക്കണം. അപ്പൊ ആകെ എണ്ണം 40 ഉണ്ടായിരുന്നു. ഇപ്പൊ ടീച്ചറെയും കൂടി ചേർത്തു 41. ശരാശരിയിലെ വ്യത്യാസം കൂടുതലാണ്, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ്. കുറച്ചേതെങ്കിൽ ഇവിടെ കുറയണം. 10 11 ആയപ്പോ 1 കൂടി, വ്യത്യാസം 1. 51 ടീച്ചറുടെ ഒരു വയസ്സ്. ഇനി 10.89 എത്രയാണ്? നമുക്ക് 23 അല്ല എന്ന് മനസ്സിലാക്കാം. കാര്യം 25 ഗുണം 25 625 ആണെന്ന് അറിയാം. അതിൽ കൂടുതലല്ലേ? അപ്പൊ ഇതല്ല. ഇനി 9,981 ലാസ്റ്റ് 1 വരുന്നത്. അപ്പൊ ഇതല്ല. 3 വരണം. 33 ഇൻറ്റു 33 എത്രയാണ്? 1089. അപ്പൊ ഇത് തന്നെ ആയിരിക്കുമല്ലോ ഉത്തരം. 3.3. ഒരു പാത്രത്തിന്റെ 3/4 ഭാഗം വെള്ളം എടുത്തപ്പോൾ 1.5 ലിറ്റർ, അതായത് എക്സ് ഉണ്ട്, ടോട്ടൽ എക്സ്. അതിന്റെ മൂന്നിൽ ഈ എക്സിന്റെ 3/4 1.5 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? 2 1 3/2 എന്ന് എഴുതാലോ ഇതിനെ. ഇത് ഗുണിക്കണം, ഇവിടെ 1 കൂട്ടണം. 3/2. ഈ 3/4 എന്ന ഭിന്നസംഖ്യയെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കണം. 4/3. 3 വെട്ടി, ഇത് വെട്ടി 2 എന്ന് കിട്ടി. അതായത് 3/4 എക്സ് എത്രന്നാ ചോദ്യം. എക്സ് എന്ന് പറയുന്നത് 2 ലിറ്റർ ആണ്. ഇനി 36 ഉണ്ട്, 50 ഉണ്ട്, 75 ഉണ്ട്. ഇത് LCM എന്താ? എങ്ങനെ LCM കാണുന്ന? 36, 50, 75. നമുക്ക് ഇതിന്റെ എല്ലാം കോമൺ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പൊ എല്ലാത്തിനും കൂടെ ഒരു പർട്ടിക്കുലർ കോമൺ ഇല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 3 കൊണ്ടോ 5 കൊണ്ടോ ഒക്കെ ചെയ്യാം. 36 വെച്ചു, 1 5 5 0, 1 5 5 20, 5 25, വീണ്ടും 5, 36, I2 10, I3 15. ഇനി ഞാൻ 3 എടുക്കുന്നു. 1 3 3 2 3 6, 2 1 3 3. ഇനി 2 എടുത്തു. 6 2 12, 1. അപ്പോ 5ഉം 2ഉം കൂടി 10. ഇത് 15 ഗുണം 6, 6 5 30, 6 3 9. എനിക്കൊരു 900 എന്ന് കിട്ടി. എന്റെ LCM എത്രയാണ്? 900 ആണ് എന്റെ LCM. 25,000 രൂപയ്ക്ക് വാങ്ങി 23,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടമല്ലേ? 2,000 രൂപ കുറച്ചാണ് ലാഭത്തിൽ നിന്ന്. വ്യത്യാസം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഈ 2 0, ഈ 2 0 വെട്ടി. അല്ലെങ്കിൽ ഓക്കെ, ഇങ്ങനെ അങ്ങ് വെട്ടേണ്ട. സത്യത്തിൽ ഇത് ഇത്രയും അങ്ങ് വെട്ടിയിട്ട് 25 4 100 അങ്ങ് വെട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ നമുക്ക് 8% നഷ്ടമെന്ന് ഒറ്റയടിക്ക് കിട്ടും. അല്ലെങ്കിൽ 25 8 200 എന്ന് ഓർക്കുക. 1 മുതൽ തുടർച്ചയായി 25 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? 1 മുതൽ തുടർച്ചയായി 25 ഒറ്റ സംഖ്യകൾ. 1 മുതൽ 25 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 26 വരെ 23 ഒറ്റ സംഖ്യകളും 23 ഇരട്ട സംഖ്യകളും ഉണ്ട്. അപ്പൊ 23 ഒറ്റ സംഖ്യകളേ ഉള്ളൂ. 23ന്റെ സ്ക്വയർ ആണ് ചോദ്യം. 23ന്റെ അതായത് തുകയാണ്. ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. ഓക്കെ ആണ്. അപ്പോ 1 മുതൽ തുടർച്ചയായ 25 ഒറ്റ സംഖ്യകളുടേതാണ്. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യനിൽ ഒരു മാറ്റമുണ്ട്. അതായത് 1 3 5 7 ഇങ്ങനെ പോകുന്നു. 25 വരെയുള്ള സംഖ്യകൾ എന്നല്ല പറഞ്ഞത്, ആദ്യത്തെ 25 ഒറ്റ സംഖ്യകൾ എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ 25 വരെയുള്ള ഒറ്റ സംഖ്യകൾ പോകും. അപ്പൊ 25ന്റെ സ്ക്വയർ ആണ് 625. കാര്യം പിടികിട്ടിയോ? ഇത് 2 രീതിയിൽ ചെയ്യണം. അതായത് ഇപ്പൊ എണ്ണസംഖ്യ 1 2 3 4 5 ഇങ്ങനെ പോവുകയാണ്. 51 വരെ എത്ര ഒറ്റ സംഖ്യകളുടെ തുക കാണൂ എന്ന് ചോദിച്ചാൽ 1 ഒറ്റ സംഖ്യയാണ്, 3 ഒറ്റ സംഖ്യയാണ്, 5 ഇങ്ങനല്ലേ.
അപ്പോൾ നമുക്ക് 50 വരെ 25 ഒറ്റസംഖ്യ, 25 ഇരട്ടസംഖ്യ, 51 ആവുമ്പോൾ 26 ഒറ്റസംഖ്യ ഉണ്ട്, 26ന്റെ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഉത്തരം. എന്നാൽ എനിക്ക് തരികയാണ് 1, 3, 5, 7, 9 എക്സെട്ര. ഇങ്ങനെ ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്ന് ഡയറക്റ്റ് ചോദിച്ചാൽ 50ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെ 50 എണ്ണം ഉണ്ടെന്നാണ് അവർ അർത്ഥമാക്കിയത്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു തീവണ്ടി 50 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോ എന്റെ ഡിസ്റ്റൻസ് കാണണം. ടി ഇൻറ്റു എസ് ആണ്. ടി 3 മിനിറ്റ് ആണ്. ഈ മിനിറ്റിനെ ഞാൻ സെക്കൻഡിലേക്ക് മാറ്റുന്നു. സെക്കൻഡിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഗുണിച്ചു. സ്പീഡ് 54 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ പെർ അവറിനെ എനിക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. 5/18 കൊണ്ട് ഗുണിക്കണം. കൺവേർഷൻ 5/18. ഇനി ഒരു 6 3 18. ഈ മൂന്നും വെട്ടി. 54 ഗുണം 5 I4 20. 25 27. ഈ 10ന്റെ 0 2700 ആണ് ഉത്തരം. 50 ആളുകൾ വരിയായി നിൽക്കുന്നു. ഒരറ്റത്ത് 25ാമത്തെ സ്ഥാനത്താണ് രാജേഷ്. മറ്റേ അറ്റത്ത് രാജേഷ് എത്രാം സ്ഥാനത്താണ്? 50ന്ന് 25 കുറയ്ക്കുമ്പോൾ 25 കിട്ടും. ഒന്നും കൂടെ കൂട്ടിയാലാണ് സ്ഥാനം കിട്ടത്തുള്ളൂ. 26. ഒറ്റയാനെ കണ്ടെത്തുക. 2, 3, 5, 9. ഇത് ഇത്രയും അഭാജ്യ സംഖ്യയല്ലേ? 9 ഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പർ. ഇനി 5ഉം 2ഉം 7. 10 7 17. 20 7 37. 40 37 77. അപ്പോ ഒന്നിടവിട്ട് 2 കൊണ്ട് ഗുണിച്ച് പോകുന്നു. 10 4 14. 20 14 34. ഇനി 40 കൂട്ടി 74 ആണ് നമ്മുടെ ഉത്തരം. റെക്റ്റാങ്കിൾ എന്ന വാക്ക് ഇങ്ങനെ എഴുതി. എങ്ങനെയാണെങ്കിൽ ഇതെന്താണ് നോക്കിയേ. 6 കഴിഞ്ഞ് വരുന്ന ലെറ്റർ ആണ് എസ്. ഇ കഴിഞ്ഞ് എഫ്, സി കഴിഞ്ഞ് ഡി, ടി കഴിഞ്ഞ് യു. അപ്പൊ ഒരു മാറ്റവും ഇല്ല. എ കഴിഞ്ഞ് ബി, ഇ കഴിഞ്ഞ്. അപ്പോ തൊട്ടടുത്ത നമ്പേഴ്സ് ആണ് എഴുതിയേക്കുന്നത്. യു കഴിഞ്ഞ് എന്താണ് വരേണ്ടത്? നമ്മൾ നോക്കുമ്പോൾ വി ആണ് വരേണ്ടത്. പക്ഷേ ഓപ്ഷനിൽ അങ്ങനെ ഇല്ല. അല്ലല്ല, തിരിച്ചാ ചോദിച്ചത്. ഓക്കെ, സൂചിപ്പിക്കുന്നതെങ്കിൽ ഇതിനെ സൂചിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് വാക്കാണ്? അല്ലെ, ഇതിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ യു എന്ന് വരണമെങ്കിൽ ടി ആയിരിക്കണം അല്ലെ. ടി കണ്ടാൽ യു എഴുതും. ടി ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഉത്തരമെത്തി. എസ് എഴുതണമെങ്കിൽ മുമ്പിൽ 6 ആയിരിക്കണം. ക്ലിയർ അല്ലേ? തിരിച്ചു ചോദിച്ചു. ഗിത്താർ 76. സിത്താർ എന്താണ്? ജിയുടെ വില ഞാൻ നോക്കി 7 ആണ്. യുവിന്റെ വില ഞാൻ നോക്കി 5, 10, 15, 20, 21 ആണ്. ഇനി ഐയുടെ വില ഞാൻ നോക്കി 9 ആണ്. ടിയുടെ വില ഞാൻ നോക്കി 20 ആണ്. എയുടെ വില 1 ആണ്. ആറിന്റെ വില 18 ആണ്. ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടി നോക്കി. 8 9 8 17, 18 8 26, 4 6 7. ജസ്റ്റ് വിലകൾ ഇതൊന്ന് 2 3 ഇങ്ങനത്തെ രീതിയിൽ കൂട്ടുകയാണ്. സിത്താർ ആണെങ്കിൽ എസ് 19 ആണ്. അടുത്തത് ഐ 9 ആണ്. അപ്പൊ 19 9 എത്ര കിട്ടി? 28 കിട്ടി. ഈ എ കൂട്ടാങ്കി 29 ആയില്ലേ? ഇനി ടി എന്ന് പറയുന്നത് 20 അല്ലേ? 49. ഇനി അടുത്തത് 6 ആണ്. 6 എന്ന് പറയുന്നത് 18 ആണ്. 9 8 17. നമുക്ക് കിട്ടുന്നത് 67 എന്നാണ്. ഒരാൾ വീട്ടിൽ നിന്ന് 400 മീറ്റർ കിഴക്കോട്ടും, ഇങ്ങനെയാണ്. ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് വടക്ക്, ഇത് തെക്ക്. ഒരാള് വീട്ടിൽ നിന്ന് പോവാൻ 400 മീറ്റർ കിഴക്കോട്ട് പോയി. ഇനി 800 മീറ്റർ വടക്കോട്ട്. ഇവിടുന്ന് 800 മീറ്റർ വടക്കോട്ട്. ഇവിടുന്ന് 600 മീറ്റർ പടിഞ്ഞാറോട്ട്. ഇത്രയും 400 കുറച്ചും കൂടെ പോകണം. 200 കൂടെ അഡീഷണൽ പോകണം. ഇനി 800 മീറ്റർ തെക്കോട്ട് പോകുന്നു. തുല്യമല്ലേ ഈ 800ഉം ഈ 800ഉം? ഇത്രയാണ് ഇനിയുള്ള അകലം. അപ്പോ അകലം എത്ര? 200 അല്ലയോ അകലം? ഇത് ഇത്രയും 600 ആണ്. ഇവിടെ 200, ബാക്കി 400.
അപ്പൊ നമ്മുടെ ആൻസർ 200. ഡിവിഷൻ സമം പ്ലസ്, അപ്പൊ 60 പ്ലസ് 7. ഇനി അധികം എന്തോ എഴുതി വെച്ചേക്കുന്ന ഗുണം 6. ഇനി ഗുണം എന്തോ എഴുതി വെച്ചേക്കുന്നത് കുറയ്ക്കാൻ 10 മൈനസ് ഹരണം 5. ബോർഡ് മാസിൽ ആദ്യം ഇത് ചെയ്തു -2, ഇത് ചെയ്തു 42. ഇനി 60 കൂട്ടി, ഇത് 102 ഇത് 2 കുറച്ചപ്പോ 100 ആണ് ഉത്തരം. അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. അപ്പൊ അമ്മയുടെ പ്രായം 4x ആണ്, മകള് x ആണ്. 20 വർഷത്തിന് ശേഷം 2 പേർക്കും 20 കോടി. ഇപ്പോ അമ്മയുടെ പ്രായം, ഈ അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ ഇരട്ടിയാണ്. അപ്പോ ഈ അമ്മയുടെ പ്രായം അമ്മയുടെ ഈ പ്രായം എന്ന് പറയുന്നത് മകളുടെ പ്രായം ഇതാണ്, ഇതിന്റെ ഇരട്ടിയാണ്. 2x + 40, ഇവിടെ 4x + 20. അപ്പോ ഇത് 4x ന്ന് 2x കുറച്ച 2x ആണ്, അപ്പുറത്ത് 20. x എന്ന് പറയുന്നത് 10. അപ്പോ അമ്മ 4x 40 വയസ്സ്, മകള് 10 വയസ്സ്. അമ്മയുടെ പ്രായം 40. അടുത്ത ചോദ്യം, ബന്ധപ്പെട്ട പദജോടി കാണുക. ന്യൂമോണിയ, ശ്വാസകോശം, ഗ്ലോക്കോമ കണ്ണിനെ ബാധിക്കുന്നു. ഫോട്ടോയിലുള്ള പുരുഷനെ ചൂണ്ടിക്കാട്ടി മാലതി പറഞ്ഞു അയാളുടെ ഭാര്യ. മാലതി പറയുകയാണ് ഈ വ്യക്തിയുടെ ഭാര്യ. എന്റെ അച്ഛന്റെ, അപ്പോ അച്ഛന്റെ ഒരേ ഒരു മകളാണ്, അപ്പൊ ഭാര്യയല്ലേ. അപ്പോ അയാളുമായി ബന്ധം എന്തുവാണ്? അയാള് ഭർത്താവാണ്. 100 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ടിക്ഡ് ആൻസേഴ്സ് ലേൺ വിത്ത് റീജ എന്ന ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് പറയുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം. ബൈ.